بسم الله الرحمن الرحيم الصلاة والسلام على رسوله الكريم وعلى آله وصحبه ഞാനെന്നാ കുറച്ച് മുമ്പിലേക്ക് ഇറങ്ങി ഫ്രണ്ടിലുള്ള കസേരകളെല്ലാം കാര്യം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما وقال رسول الله صلى الله عليه وسلم ما نحن والد ولدا أفضل من أدب حسن ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ സന്താനങ്ങൾ. എന്നാൽ ആ അനുഗ്രഹം സമ്പൂർണ്ണ അനുഗ്രഹമാകണമെങ്കിൽ, യഥാർത്ഥ അനുഗ്രഹമാകണമെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വഴി വളരെ കൃത്യവും വ്യക്തവുമായ സത്യത്തിന്റെ പാതയിലായിരുന്നു. എന്നാൽ മാത്രമാണ് അത് ഒരു അനുഗ്രഹമായി നമുക്ക് ആയിത്തീരുകയുള്ളൂ. അതല്ല എങ്കിൽ ആ അനുഗ്രഹത്തിന്റെ സ്ഥാനത്ത് അത് വലിയൊരു നഷ്ടവും നാശവും ആയിത്തീരുന്നതാണ്. ഇത് രണ്ടും ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. الذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين. സത്യവിശ്വാസികളുടെ വിശേഷണം പറയുന്ന സ്ഥലത്ത് അല്ലാഹു പറയുന്നതാണ്, അവർ ഇപ്രകാരം ദുആ ചെയ്യുന്നവരാണ്: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമയായതിനെ നൽകണേ എന്ന് അവർ ദുആ ചെയ്യുന്നവരാണ്. കൺകുളിർമയാകുക എന്നതിന് മുഫസ്സിരീങ്ങൾ കൊടുത്ത വിശദീകരണം ബിഅൻ യറാഹും മുത്തീഈന അല്ലാഹ്, അവർ അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി ആ മാതാപിതാക്കൾ കാണക്കൊണ്ടാണ്. അതായത് ഒരു സത്യവിശ്വാസിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മക്കളുടെ കൺകുളിർമ എന്നുള്ളത് ആ സന്താനങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞ്, അല്ലാഹുവിന്റെ പ്രവാചകനെ അറിഞ്ഞ്, അവരുടെ അഹ്കാമുകളും സുന്നത്തുകളും അറിഞ്ഞ് ശരിയായ പാന്താവിലൂടെ ജീവിക്കുന്നത് കാണുക എന്നതാണ്. ഒരു സത്യവിശ്വാസി അങ്ങനെ കാണുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടാകും. എൻ്റെ മകൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ നല്ല വഴി തന്നെയാണ് എന്നൊരു സന്തോഷം. അപ്പൊ ഈ ആയത്തിലൂടെ മക്കളുടെ സന്താനങ്ങളുടെ ആ നല്ല അവസ്ഥ അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ നഹന വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസനി. ഒരു പിതാവ് മക്കൾക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അവനെ നല്ല അദബുള്ളവനാക്കുക എന്നതാണ്. അദബുള്ളതാകുന്നത് പരിശുദ്ധമായ ദീനിനെ പുൽകുമ്പോൾ മാത്രമാണ്. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും സന്താനങ്ങളുടെ ആ നല്ല നിഅമത്തായി വരുന്ന സന്താനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൻസൂർ രാജാവ് ജയിലിൽ നിന്നും ചില തടവുപുള്ളികളെ വിളിച്ചിട്ട് അന്വേഷിക്കുകയുണ്ടായി, നിങ്ങൾക്ക് ജയിലിൽ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വലിയ പീഡനം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, അവർ നല്ല ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇത്രയും നാളും ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ തർബിയത്തിലേക്ക്
ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതവ് പഠിപ്പിക്കലിലേക്ക് ആവശ്യമായ ഈ സന്ദർഭം അത് പാഴായി പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ വിഷമിക്കുന്നത് എന്ന് ആ നല്ല തടവുകാരി പറയുകയുണ്ടായി. അതായത് സത്യവിശ്വാസിയുടെ മുമ്പിൽ ഏറ്റവും വലിയ പീഡനം, ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ തൻ്റെ മക്കൾക്ക് ആ തർബിയത്ത് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ അവസ്ഥയും, സന്താനങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചില്ല എങ്കിൽ അവർക്കുണ്ടാകാൻ പോകുന്ന അവസ്ഥയും ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന എന്ന ആയത്തിലൂടെയാണ് പറയുന്നത്. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഫിത്നയാണ് എന്നാണ് ആയത്തിൽ പറഞ്ഞത്. അതായത് ഈ ഫിത്നയെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ആ മാതാപിതാക്കളുടെ ദീനീയായ ജീവിതത്തിന് തന്നെ ആ മക്കൾ തടസ്സമായി തീരുക എന്നുള്ളതാണ്. മക്കളുടെ റൂട്ട് ശരിയല്ലാത്തത് കൊണ്ട്, അവർ തിരഞ്ഞെടുത്ത റൂട്ട് തെറ്റായി പോയതുകൊണ്ട് അത് മാതാപിതാക്കളുടെ ദീനിനെ വരെ അത് ബാധിക്കുന്നതാണ്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പ്രകാരം പറഞ്ഞു, തങ്ങളെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ വലിയ താല്പര്യമുള്ള ആളാണ്. പക്ഷെ അങ്ങനെ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും കരയും, അവർ എന്നോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കും. ഞാൻ ഈ മാർഗത്തിൽ പുറപ്പെട്ട് ഷഹീദായി പോയാലോ എന്നുള്ള ചിന്തയിൽ അവർ കരയുന്നത് കാണുമ്പോൾ എനിക്ക് അവരോട് കരുണ തോന്നിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലപ്പോഴും പുറപ്പെടാൻ സാധിച്ചില്ല എന്ന് ആ സഹാബി പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹം അത് യഥാർത്ഥ അനുഗ്രഹമായി തീരണമെങ്കിൽ നാം ഏത് നല്ലൊരു വഴിയെ തിരഞ്ഞെടുത്തോ ആ വഴിയിലേക്ക് നമ്മുടെ മക്കളെ നയിച്ച് അവരെ അതിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പരിപാടിയിൽ ധാരാളം ഉസ്താദുമാർ സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ എല്ലാം സംസാരം ഉണ്ടാവും. അതിനുശേഷം രക്ഷകർത്താക്കൾക്ക് അവരുടെ മക്കളുടെ ക്ലാസ് ഉസ്താദുമാരുമായിട്ട് ഇരിക്കാനും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ പഠന നിലവാരം മനസ്സിലാക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാവും. അതിനുശേഷം ദുഹൂർ നമസ്കരിച്ച് ഇവിടെ തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാം ഈ വളരെ കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വന്നെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നിങ്ങൾക്ക് നല്ല പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പങ്കെടുത്ത ഉസ്താദുമാർ അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഈ പരിപാടിയിലൂടെ നമ്മുടെ സന്താനങ്ങൾക്ക് നല്ല അഭിവൃദ്ധി നൽകുമാറാകട്ടെ. വാഖിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.